സഹോദരങ്ങളെ, നമ്മുടെ പര്യവസാനം എങ്ങനെയായിരിക്കും എന്നത് നമ്മെ പേടിപ്പിക്കേണ്ടതുണ്ട്. എങ്ങനെയായിരിക്കും ഞാൻ മരിക്കുക? ഞാൻ മുസ്ലിമായിട്ട് തന്നെയായിരിക്കുമോ മരിക്കുക? അതല്ല വല്ല കാഫിറായിട്ട് ഞാൻ മരിച്ചു പോകുമോ? പേടിക്കേണ്ടതുണ്ട്. മുർത്തദ്ദായി ഞാൻ മരിച്ചു പോകുമോ? പേടിക്കേണ്ടതുണ്ട്. ഒരു ബിദ്അത്തുകാരനായിട്ടായിരിക്കുമോ എൻ്റെ മരണം? പേടിക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടായിരിക്കുമോ? അതല്ല മറ്റു വല്ലതുമായിരിക്കുമോ എൻ്റെ നാവിൽ വരിക? പേടിക്കേണ്ടതുണ്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ മരിക്കുക? നമുക്കറിയില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. ഒരാൾക്കും അറിയില്ല നാളെ എന്താണ് സമ്പാദിക്കാൻ പോകുന്നത് എന്ന്. ഒരാൾക്കും അറിയില്ല അവൻ എവിടെയാണ് മരിക്കാൻ പോകുന്നത് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, എപ്പോഴും പേടിക്കേണ്ട കാര്യമാണ് എങ്ങനെ നമ്മൾ മരിക്കുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. പ്രവർത്തനങ്ങൾ അല്ലാഹു പരിഗണിക്കുക അതിന്റെ അവസാനം നോക്കിക്കൊണ്ടാണ്, ആദ്യം നോക്കിക്കൊണ്ടല്ല. 5 നേരം നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പുകൾ നോറ്റിട്ടുണ്ട്, ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട്, ദുനിയാവിൽ പലതും ഉപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ മരിച്ചു പോകുന്നത് ഇതെല്ലാം നിഷേധിക്കുന്ന അവസ്ഥയിലാണ് എങ്കിലോ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, ഞങ്ങളുടെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. സഹോദര, ഇപ്പോൾ നന്നാവുക, എന്നാൽ നിനക്ക് നിന്റെ മരണം നന്നാവും. ഇപ്പോൾ മോശമാക്കി മരണത്തിന്റെ സമയം എത്തുമ്പോഴേക്ക് ശരിയാകാമെന്നാണ് നീ വിചാരിക്കുന്നത് എങ്കിൽ നിനക്ക് നന്നാവാൻ കഴിയില്ല. ഇപ്പോൾ നന്നാവുക, ഈ സന്ദർഭത്തിൽ ശരിവരുത്തുക.